സോ ഹേ ഗൈസ്, എല്ലാവർക്കും നെക്സസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കുറേ അധികം ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ എന്ന് വെച്ചാൽ കേസ് നമ്മൾ ഫ്രാങ്ക്ലിനും മൈക്കിളും ട്രെവറും ഒന്നായിട്ടല്ല വന്നേക്കണേ. ഇന്ന് നമ്മൾ വെച്ച കേസ് ഒരു വെറൈറ്റി സംഭവമായിട്ടാണ്. അതായത് നമ്മൾ മനുഷ്യൻ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കേസ് ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഇന്ന്. അത് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ്റെ ഒരു സിസ്റ്ററാണ് നമ്മൾ, അതായത് കസിൻ സിസ്റ്ററാണ്. സോ നമ്മളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ വണ്ടിയൊക്കെ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ട് സിമ്മോൻ്റെ അടുത്ത് പോയി മേടിച്ച് ഒരു GTR തന്നെ ഞങ്ങൾ എടുത്തു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സിറ്റിയിൽ, ഈ ഒരു സിറ്റിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് വന്നത്. കാരണം ലോസ് ആൻഡോസുമായിട്ട് നമുക്ക് വലിയ ടച്ചില്ല. നമ്മൾ സാൻ ഫിയോറോയിലായിരുന്നു നിൽക്കൽ. അപ്പോൾ ഇപ്പോൾ ലോസ് ആൻഡോസിലേക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളുള്ള ഒരു രീതിക്ക് നമ്മളിപ്പോൾ വന്നതാണ്. ഏതായാലും നമുക്കിപ്പോൾ എയർപോർട്ടിൽ നമ്മുടെ കുറച്ച് ലഗേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബാക്കി വന്ന സാധനങ്ങൾ, അതായത് ഫുൾ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. താഴത്തെ നമ്മൾ വന്നത്, മുകളിൽ കൂടെ അല്ല. സോ ഞാനേതായാലും അതൊക്കെ ഒന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം അവനവിടെ നമുക്കൊരു റൂം തന്നേക്കാണ്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും പോയി സെറ്റ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. ഞാനേതായാലും അപ്പോൾ നമ്മളേതായാലും ഇവിടെ നമ്മുടെ റൂമിൽ കാര്യങ്ങളൊക്കെ വെച്ചു, ലഗേജൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി നമ്മളിപ്പോൾ റൂമൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഏതായാലും വീട്ടിലില്ല. അപ്പോൾ അവനെ പുറത്തെന്തോ കാര്യം ഉണ്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഷോപ്പിനെയും കൂട്ടിയിട്ടാണ് പോയത്. നമ്മളേതായാലും ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവനെന്താ അവൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞു, മൈക്കിളും ട്രെവറും. അപ്പോൾ അവന്മാരെയൊക്കെ പരിചയപ്പെടുന്നത് പറഞ്ഞു. എനിക്ക് അറിയില്ല, അവരൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടും കൂടിയില്ല. സോ അപ്പോൾ നമുക്ക് എന്തായാലും അവരൊക്കെ ഒന്ന് പോയി ഒന്ന് മീറ്റ് ചെയ്യണം. ഏതായാലും അവൻ വരട്ടെ, അവൻ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മളവിടെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് അവിടെ പോയിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും ഇപ്പോൾ ഇവിടെ വന്നിട്ടല്ലോ. അപ്പോൾ സോ ഇവിടെ എന്തെങ്കിലും ജോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഏതായാലും ഇപ്പം ജസ്റ്റ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ഇവിടെ അടുത്ത് തന്നെ വൈൻവുഡ് എന്ന് പറയുന്ന എന്തോ ഒരു മറ്റേ എന്തോ സംഭവമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് അവളുടെ ഒരു വീട് പറഞ്ഞു. സോ നമ്മളേതായാലും എവിടേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുകയാണ്. സോ ഏതായാലും അവൾ ലൊക്കേഷൻ നമ്മുടെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ഏതായാലും അവിടെ പോയി ഒന്ന് മീറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ അവളേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും അവനും ഇവിടെ ഇല്ല. സോ നമ്മളേതായാലും ഹാങ് ഔട്ട് ചെയ്യാണല്ലോ. അപ്പോൾ അവിടെയും പോയാന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ അവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് കുറച്ച് മീറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ എന്താ നമ്മുടെ മൈക്കിളിൻ്റെ ഡ്രൈവറിൻ്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ്. നമുക്ക് ഏതായാലും കാണാം ഗൈസ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഈവനിങ് ആയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ പക്ഷേ ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല. സോ ഏതായാലും നോക്കട്ടെ. ഇനിയിപ്പോൾ ഫ്രാങ്ക്ലിൻ ഒന്നും വരാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകത്തൊന്നും ഉണ്ടാവില്ല. കാരണം മൈക്കിളിൻ്റെ ഡ്രൈവറിൻ്റെ ഒന്നും ലൊക്കേഷൻ അവൻ ഇട്ട് തന്നിട്ടൊന്നുമില്ല. സോ ഇനി മിക്കവാറും അവൻ വന്നിട്ടൊക്കെ ആയിരിക്കും പോകത്തുണ്ടാവുക. അല്ലാണ്ട് ഇപ്പം പോകാൻ എനിക്കും വഴി അറിയത്തില്ല. അവനിവിടെ ഇല്ല താനും. അപ്പോൾ ഈ എന്താ പറയുക ട്രവറോ നമ്മളെ ചോപ്പിനെയും കൊണ്ടുവച്ചാണ് അവൻ പോയത്. ഒന്നിലൊരു ചോപ്പെങ്കിലും വീട്ടിലുണ്ടാവുമായിരുന്നു ഒരു കൂട്ടായിട്ട്. ഇനിയിപ്പോൾ എന്താ സംഭവം ഉള്ളത് അറിയത്തില്ല. അതുവരെ അവൻ്റെ ഒരു വിളി പോലും വിളിച്ചിട്ടില്ല അവൻ. ഇനിയിപ്പോൾ എന്ത് സീനുണ്ടായോ അവൻ വെച്ചാൽ ഇവിടെ എന്താ വലിയ ഗാങ്സ്റ്ററാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടെ. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പം എവിടെയാണ് നിൽക്കുന്നതൊക്കെ ചോദിച്ചപ്പം ഫ്രാങ്ക്ലിൻ പറഞ്ഞ കസിനുണ്ട് ഇരിക്കുക. അപ്പോൾ അവൻ്റെ കൂടെയാണ് നിൽക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞാൽ അവൻ ഭയങ്കര മാഫിയ ടീംസായിട്ടൊക്കെ ടൈപ്പുള്ളൊരു ചങ്ങായിയാണ്. അവനൊക്കെ വലിയ സീനാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടുത്തെ. അപ്പോൾ നമ്മളേതായാലും അതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ല. ഏതായാലും ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് ഇനിയിപ്പോൾ നാളെ എങ്ങനെയായിട്ട് അവനൊന്ന് വിളിച്ചൊക്കെ വിചാരിക്കണം. കാരണം ഏതായാലും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ കിടന്നുറങ്ങാൻ അങ്ങനെ മറ്റോ ആയിരിക്കും. ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോയിട്ട് ഉറങ്ങട്ടെ ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇന്നിവിടെ എത്തിയിട്ടല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് ലെങ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉണ്ടായിരുന്നുള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് നെക്സസ് ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.